ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ പക്കവട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ റവ പക്കവട ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു സവാള ആയാലും മതി. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിച്ചി പിച്ചി എടുത്തതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചി ചതച്ചാലും മതി കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തൈരോളം നന്നായി ബീറ്റ് ചെയ്തെടുത്ത തൈര് 1/4 കപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് സോഫ്റ്റായി വരാൻ കൂടിയാണ് ഇപ്പോൾ ഈ തൈര് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പക്കവടക്ക്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് റവ എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. 250 ml കപ്പിന് 1 കപ്പിലാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം ഈ റവ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് മാറ്റി വെക്കുന്നത്. പിന്നെ റവ നന്നായിട്ട് സോഫ്റ്റായി വരികയും ചെയ്യും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കടലമാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റവ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്കവടയാണ് റവ പക്കവട. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മളെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഉൾവശം ഒന്നും കുക്കായി കിട്ടില്ല. അതുപോലെ ലോ ഫ്ലെയിമിലാവുമ്പോഴും പിന്നെ ഇത് എണ്ണയൊക്കെ കുടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കവടയാണ് കേട്ടോ. അത് നമ്മൾ റവ ചേർത്തത് കാരണം തന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആവും. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുതിന ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. റവ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അത് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത അളവിൽ ഇത്രയും പക്കവടാസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്